my dear students, welcome to our favorite Frank lectures. ഞാൻ നിങ്ങളുടെ സ്വന്തം വന്ദന മിസ്. നമ്മളത് ഇന്ന് പഠിക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് നിങ്ങൾ S3 പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിനൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ ഒരു സബ്ജക്റ്റ്, എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ S1 S2 കഴിഞ്ഞു, ഏകദേശം നിങ്ങൾക്ക് KTUവിന്റെ കാര്യങ്ങളും എക്സാമിന്റെ കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഏകദേശം നിങ്ങൾ ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടാവും. ദെൻ S3 വരുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ കോർ സബ്ജക്ട്സ് ആയിട്ട് മാറുകയാണ്. കാരണം S1 S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളും പഠിക്കുന്നുണ്ട്, ഇലക്ട്രിക്കലായിട്ട് പഠിക്കുന്നുണ്ട്, മെക്ക് പഠിക്കുന്നുണ്ട്, CS പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവർ പഠിക്കുന്ന കുറെ സബ്ജക്ട്സ് നമുക്കും ഉണ്ട്, നമ്മൾ പഠിക്കുന്ന കുറെ സബ്ജക്ട്സ് അവർക്കുണ്ട്. അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അടിത്തറയാണ് നിങ്ങൾക്ക് എന്തിൽ തന്നത്, നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നത്. S1 S2 കംപ്ലീറ്റ്. S3 വരുന്നതോട് കൂടിയാണ് എല്ലാവരും അവരവരുടെ സബ്ജക്റ്റ്, അവരവരുടെ നമ്മുടെ ബ്രാഞ്ചിന്റെ മെയിൻ കോർ സബ്ജക്ട്സിലേക്ക് മാറും കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്നതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെമി കണ്ടക്ടറിന്റെ ഒരു യുഗം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയാ ജോബ് കിട്ടാൻ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഏതെന്ന് പറയുന്നത്, നിങ്ങളുടെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ആ സെമി കണ്ടക്ടറെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതിൽ പഠിക്കുന്നത്, നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ പേര് കേൾക്കുന്ന പോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് അല്ലെ, പല സ്റ്റേറ്റ് ഉണ്ട് അല്ലെ, സോളിഡ്, ഗ്യാസ്, ലിക്വിഡ് ഒക്കെ ഉണ്ട്. അതിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള ഡിവൈസസിനെ കുറിച്ച് SSD എന്നാണ് ഇതിന്റെ ചുരുക്കം. അതിന്റെ കോഡ് എന്ന് പറയുന്നത് എന്താണ്, PCECT 301 അതാണ് പഠിക്കാനുള്ളത്. അത്യാവശ്യം ഡെറിവേഷൻസും അതേപോലെ തന്നെ ന്യൂമറിക്കൽസും ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത്, എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം കേട്ടല്ലോടാ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്, PC. എങ്ങനെയാണ് ഈ കോഡൊക്കെ വന്നേക്കുന്നതെന്ന് PC എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഗ്രാം കോർ പേപ്പർ ആണ് നിങ്ങളുടെ. ദെൻ എന്താ ECT എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ EC വന്നു. T എന്ന് പറഞ്ഞാൽ എന്താ, തിയറി പേപ്പർ ആണ്. 302 എന്ന് ഉദ്ദേശിക്കുന്നത് 3 എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ S3 ആണ്, തേർഡ് സെം ആണ് അല്ലെ. രണ്ടാമത്തെ കോർ പേപ്പർ ആണ് ഏതെന്ന് പറയുന്നത്, നിങ്ങളുടെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്താ ടീച്ചിങ് അവർ എന്ന് പറയുന്നത് 3100, അതായത് 3 മണിക്കൂർ ആഴ്ചയിൽ ക്ലാസ് ഉണ്ടാവും. 1 hour അതിൽ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ട്യൂട്ടോറിയൽ സെക്ഷൻസ് ആയിരിക്കും. അപ്പൊ ടോട്ടല് 4 ക്രെഡിറ്റ്സ് ആണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം, ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ S3 ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ SGPA CGPA ഒക്കെ എന്ത് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ക്രെഡിറ്റ് കൂടുതലുള്ള സബ്ജക്ട്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ എവിടെ കാണിക്കണം, നമ്മുടെ ക്ലാസ്സുകളിലും എന്താണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കണം കേട്ടോ. അവസാനം വെച്ച് പഠിക്കാനിരിക്കരുത്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിന്ന് പഠിക്കാനുള്ളതാണ്, നമ്മൾ സിലബസിലേക്ക് വരുന്ന സമയത്ത് പറയും കേട്ടോ. അപ്പൊ ആ ഒരു എന്താണ് ഡീപ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ദെൻ എന്താ നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഫിസിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആണ്. നിങ്ങൾ തൊട്ട് മുമ്പ് പഠിച്ച സെമ്മിൽ പഠിച്ച ഫിസിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ എന്ത് പഠിക്കുന്നുണ്ട്, നിങ്ങൾ സെമി കണ്ടക്ടറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പഠിക്കുക, ഫെർമി ലെവലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ സമയത്ത് നിങ്ങൾ പഠിച്ച ഡെറിവേഷൻസ് ഒക്കെ എങ്ങനെയാണ്, അതിന്റെ പല ടൈപ്പാണ് ഇതിൽ കിടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇല്ലെങ്കിലും സീനില്ല, നമ്മുടെ ക്ലാസ്സുകളിൽ അതിന്റെ ബേസ് ഏറ്റവും ചെറിയ കാര്യത്തിൽ നിന്ന് തൊട്ട് തുടങ്ങിയിട്ടാണ് എന്ത് പോകുന്നത്, ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അത് പെട്ടെന്ന് മറന്നുപോയി, അയ്യോ ആ സെമ്മ കഴിഞ്ഞില്ലേ ഇപ്പൊ ഓർമ്മയിലില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട. പക്ഷെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സസ് എടുക്കുക കേട്ടോ. അതും നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. 40 മാർക്കിനാണ് നിങ്ങളുടെ അല്ലെ, നിങ്ങളുടെ ഇന്റേണൽ എക്സാം നടത്തും. ഇന്റേണൽ 40 പബ്ലിഷ് ചെയ്യും. ദെൻ 60 മാർക്കിനാണ് നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാം നടക്കുക. അപ്പൊ അത് കണ്ടക്ട് ചെയ്യുന്നത് 60 എത്രയാ, 2 hour and 30 minutes ആണ് എക്സാമിനുള്ളത്. കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് തിയറി ആണ്. തിയറി വിത്ത് അതിനകത്ത് എന്തുണ്ട്, ന്യൂമറിക്കൽസും ഉണ്ട് കേട്ടോ. ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഡെറിവേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലടാ. ദെൻ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് CSI കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പൊ എങ്ങനെയാ വരുന്നത്, കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ അറ്റൻഡൻസിന് 5 മാർക്ക്, ദെൻ അസൈൻമെന്റ് ഓർ മൈക്രോ പ്രൊജക്ടിന് 15 മാർക്ക്, ഇന്റേണൽ 1ന് സീരീസ് 1 10 മാർക്ക്, സീരീസ് 2 10 മാർക്ക്, ടോട്ടൽ 40 മാർക്സിനാണ് എന്ത് വരുന്നത്, നമ്മൾ ഇന്റേണൽ മാർക്ക് ഇടുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതേപോലെ എൻഡ് സെമസ്റ്റർ ആണെങ്കിൽ എൻഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്, 2 പാർട്ടാണുള്ളത് അല്ലെ. പാർട്ട് A ഉണ്ട്,
പാർട്ട് ബി ഉണ്ട്. അപ്പൊ പാർട്ട് എയില് 2 ക്വസ്റ്റ്യൻ ഓരോ മൊഡ്യൂളിൽ ഇടും. അങ്ങനെ എന്താണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ടോട്ടൽ എത്രയാണ് നമുക്ക് 24 മാർക്സ് ആണ് ഉണ്ടാവുക. പാർട്ട് ബി ആണെങ്കിലോ 9 മാർക്സ് ആണ് ഉണ്ടാവുക. അപ്പൊ 9 മാർക്കിന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എപ്പോഴും 9 മാർക്ക് ആവണമെന്നില്ല. ഒന്നുകിൽ 2 സബ് ഡിവിഷൻ, എങ്ങനെ 6 മാർക്കിന് 3 മാർക്കിന് 5 മാർക്കിന് 4 മാർക്കിന് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അത് 3 സബ് ഡിവിഷൻ വരെ നമുക്ക് പോകാം എന്നാണ് KTU പറഞ്ഞേക്കുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ് മാക്സിമം 3 സബ് ഡിവിഷൻ കേട്ടോ. അപ്പൊ അങ്ങനെ സബ് ഡിവിഷൻസ് പൊതുവെ 2 കാണാറ്. ഇൻ കേസ് 3 കണ്ടാലും ഞെട്ടാൻ നിൽക്കണ്ട കേട്ടല്ലോ. അപ്പൊ ടോട്ടൽ എത്രയാണ് 60 മാർക്കാണുള്ളത്. റെഡി ആണല്ലോ. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഓർ ക്വസ്റ്റ്യൻസ് വരുമ്പോ പാർട്ട് ചിലപ്പോ ആ 2 പാർട്ടിലെ 2 സെക്ഷനിൽ അവിടെ ഇവിടെ അറിയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവരെന്ത് ഇപ്പൊ 11A ഓർ 11B ആണെന്ന് വിചാരിക്കും. അപ്പൊ ചിലർക്ക് എന്ത് പറ്റും 11A അറിയാം, 11B കുറച്ചേ അറിയുള്ളൂ. ചിലര് 2 എഴുതി വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെ എഴുതി വെച്ച് സമയം കളയാൻ പാടില്ല. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ തന്നെ അതിൽ എങ്ങനെ മാർക്ക് എടുക്കുക, അതിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് ഏതിനാണോ കിട്ടിയത് ആ മാർക്കാണ് വാല്യുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അല്ലാതെ 2 മാർക്കും പിന്നെ കൂട്ടാൻ നിൽക്കില്ല കേട്ടോ. അപ്പം നമ്മൾ ടൈം കൺസ്യൂമിങ് ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെ എഴുതണമെന്ന് തോന്നുവാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് എഴുതുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാത്തതിൽ കുറച്ചേ എഴുതാനുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ എഴുതാൻ നിൽക്കേണ്ടത് കേട്ടല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യടാ നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾക്ക് അറിയാം ഏകദേശം ഇപ്പൊ വാല്യുവേഷൻ ഒക്കെ അറിയാം അല്ലെ. ഒക്കെ സ്ട്രിക്റ്റ് തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾ ഡെറിവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ സ്റ്റെപ്പും കാര്യങ്ങളും വേണം. ന്യൂമറിക്കൽസ് എടുത്തെഴുതുമ്പോഴും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം SSDന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടല്ലോ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം ഇതിൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മക്കളെ, ഇതിപ്പോ നമ്മുടെ ഒരു സെമി കണ്ടക്ടർ ആണെന്ന് വിചാരിക്കും. സെമി കണ്ടക്ടർ കാണാൻ പഠിക്കാത്തവർ ആരുമില്ല. ഡോപ്പിംഗ് അല്ലെ, നിങ്ങൾ +2 മുതലേ പഠിക്കുന്നതാണ്. ഡോപ്പിംഗ് എന്താണ്, സെമി കണ്ടക്ടർ എങ്ങനെയാണ്, ഇൻട്രൻസിക് എന്താ, എക്സ്ട്രിൻസിക് എന്താ അല്ലെ, അതൊക്കെ പഠിക്കുന്നുണ്ട്. നമുക്ക് P-യും N-ഉം ഉണ്ട് അല്ലെ. ഒരു PN ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ P ജംഗ്ഷനും N ജംഗ്ഷനും ഉണ്ട്. ഇവര് തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് PN ജംഗ്ഷൻ വരുന്നുണ്ട്. എന്നിട്ട് അതിലൂടെ എന്താ നമുക്ക് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ അല്ലെ, അതിന്റെ ഉള്ളിലൂടെ മോളിക്യൂൾസ് പോവാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. അതായത് പുറത്തുള്ള നമ്മൾ കണ്ടു P-യും N-ഉം കൂടി നമ്മൾ 2 മെറ്റീരിയൽ ജോയിൻ ചെയ്താണ്. അപ്പൊ അതിലൂടെ ഇലക്ട്രോൺസ് പോണത് പഠിച്ചു. ഇതിന്റെ ഉള്ളില് ഇലക്ട്രോൺസ് ഒക്കെ പോകുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ എനർജി ലെവലിനൊക്കെ മാറ്റം ഉണ്ടാവില്ലേ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിനൊക്കെ മാറ്റം ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്, നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ എടുക്കുന്ന എന്താണ് ചില ഇക്വേഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താ പല ഡെറിവേഷൻസ് എവിടെ നിന്ന് ഇക്വേഷൻ വന്നതെന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. അത് വരുന്നത് ഇങ്ങനെയാണ്, ആ കാര്യം ഇതാണ്, ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ഈ എനർജി ലെവൽ നമ്മൾ യോജിപ്പിച്ചേക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ അറിയണം, നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ അറിയണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെ നിന്നാണ്, റിവ്യൂ ഓഫ് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. റിവ്യൂ ഓഫ് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നാണ് തുടങ്ങുന്നത്. സെമി കണ്ടക്ടർ ഫിസിക്സിൽ നമുക്കറിയാം അല്ലെ, സെമി കണ്ടക്ടറിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അറിയാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് പടിയായിട്ടാണ് സോളിഡ് സ്റ്റേറ്റിലേക്ക് കടക്കുന്നത്. കാരണം നിങ്ങൾ S3 സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു എന്താ ഡീറ്റെയിലിങ്ങിലോടത്തോട് തന്നെയാണ് ക്ലാസ്സസ് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താ അതിൽ നമുക്ക് എന്താ അറിയണം, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോഴുള്ള കണ്ടീഷൻ അറിയണം. അതേപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴുള്ള കണ്ടീഷൻ അറിയണം കേട്ടോ. അത് രണ്ട് കണ്ടീഷനാണ്. എന്താണ് ഓരോന്ന് ഏത് ടൈമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരും. ദെൻ കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ് ആൻഡ് ഫെർമി ലെവൽ. ആ ഫെർമി ലെവൽ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫിസിക്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഫെർമി ലെവലിന്റെ കൺസെപ്റ്റ് എന്താണ്, ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡെൻസിറ്റി സ്റ്റേറ്റ്സ് ഉള്ളത്, ദെൻ എന്താണ് അതിന്റെ എഫക്റ്റീവ് ഡെൻസിറ്റി സ്റ്റേറ്റ് ആണ്. ദെൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടോ അല്ലെ, ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടോ, NI പഠിക്കുക, അതേപോലെ ഹോൾസ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. ആ ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ച് ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡെറിവേഷൻ ഒക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ആ ഇക്വേഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കൂടി നമ്മൾ എന്ത് ചെയ്യണം നോക്കണം കേട്ടോ. ദെൻ എന്താടാ എക്സസ് കരിയർ കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മൾ സെമി കണ്ടക്ടറിനെ ആദ്യം പഠിക്കും. ആ സെമി കണ്ടക്ടർ പഠിച്ചു കഴിഞ്ഞാൽ എക്സസ് കരിയർ പേര് തന്നെ ഉണ്ട് അല്ലെ, കരിയർ എന്ത് ചെയ്യുക കൂടുക. എന്താണ് നമ്മുടെ കാരിയേഴ്സ് ഏതാണോ അത് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും. അപ്പൊ അവിടെ പഠിക്കാനുള്ള മെയിൻ ഒരു മെക്കാനിസം ആണ് എന്ത്, ജനറേഷൻ ആൻഡ്
റീകമ്പോസിഷൻ മെക്കാനിസം ഓഫ് എക്സസ് കാരിയേഴ്സ്, ദെൻ കോസി ഫെർമി ലെവൽസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ടേംസ് മാത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അത്ര അറിഞ്ഞാൽ മതി. ഒരു സെമി കണ്ടക്ടർ എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ പറ്റി അല്ലെ, അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ അതെങ്ങനെയാ ചെയ്യുന്നത്, അതിന്റെ കോൺസെൻട്രേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ദെൻ അതിലേക്ക് എക്സസ് ആയിട്ട് ആള് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, മൊഡ്യൂൾ 1 പഠിക്കാനുണ്ട്. ദെൻ നമ്മൾ ഏത് പഠിക്കും, അതിന്റെ അകത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് പഠിക്കും. കാരണം അവിടെ എന്ത് ചെയ്തു, എക്സസൈസ് സെമി കണ്ടക്ടർ മിണ്ടാതെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നു, സ്റ്റഡി സ്റ്റേറ്റിക്കായി. ദെൻ അവിടെ എന്താ എക്സസ് ആയിട്ട് ആൾക്കാർ വന്നു തുടങ്ങി. ദെൻ അവിടെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് വരാൻ തുടങ്ങും അല്ലെ, ആള് കൂടുന്നതനുസരിച്ച് അല്ലെ കാര്യങ്ങൾ. അപ്പൊ മൂവ്മെന്റ് വരാൻ തുടങ്ങുമ്പോൾ എന്താ, അവിടെ ഏതൊക്കെ മൂവ്മെന്റ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, ഒന്നാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ആണ്, രണ്ടാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ആണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു അല്ലെ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്പ്രേ ഒക്കെ അടിക്കുന്ന പോലെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് നീങ്ങുന്നത്. അപ്പൊ അതിൽ ഡ്രിഫ്റ്റിന്റെ കേസിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാ, ഡ്രിഫ്റ്റിന്റെ കേസിൽ അതിന്റെ കണ്ടക്ടിവിറ്റി, മൊബിലിറ്റി, വേരിയേഷൻ ഓഫ് മൊബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഏത്, ഹാൾ എഫക്ട് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും പ്രോബ്ലംസ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ് ഏത്, ഹാൾ എഫക്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷനിൽ നമുക്ക് എന്താ, ദെൻ കുറെ റിലേഷൻസ് ആണ്, ഐൻസ്റ്റീൻ റിലേഷൻ, പോയ്സൺ റിലേഷൻ, അതേപോലെ തന്നെ ഏതാ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ടോ, ഇക്വേഷൻസ് ഒക്കെ എന്താ ഡെറിവേഷൻ ആണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ തന്നെ ഡിറൈവ് ഐൻസ്റ്റീൻ എന്താണ് ഇക്വേഷൻ അല്ലെ, ഐൻസ്റ്റീൻ റിലേഷൻ അല്ലെ പോയ്സൺ, അത് ആ റിലേഷനെ ഡിഫൈൻ ചെയ്തിട്ടും ചിലപ്പോൾ ഐൻസ്റ്റീൻ റിലേഷൻ എന്ന് പറയില്ല, അതിന് പല ഇപ്പൊ ഓംസ് ലോക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടാൽ കത്തും. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. അപ്പൊ അതൊരു റിലേഷൻ ആയിട്ട് തന്നിട്ട് അത് പറയൂ എന്ന് പറയും, മനസ്സിലായില്ലേ. വോൾട്ടേജ് ഡയറക്ട്ലി ദാറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് ഒന്ന് ഡിറൈവ് ചെയ്യും എന്ന് പറയും, ഓംസ് ലോ എന്ന് പറയാതെ. അതേപോലെ ഐൻസ്റ്റീൻ റിലേഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ദെൻ എന്താടാ, നമ്മുടെ കറന്റ് ഫ്ലോ ഇക്വേഷൻസ്, ഡിഫ്യൂഷൻ ലെങ്ത്, ഗ്രേഡിയന്റ് ഓഫ് കോസി ഫെർമി ലെവൽ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അപ്പൊ അത് കാണുന്നത് പോലെയല്ല, വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് ഇത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോട്ട്സ് ഇങ്ങനെ കാണുമ്പോൾ മെയിൻ ഹെഡിങ് കാണുമ്പോൾ വളരെ കുറച്ച് തോന്നും, പക്ഷെ അത് ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ അത് പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് ഇത് വരുന്നു, ഇപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾ എന്ന് ചോദിക്കുന്നു, അതിന്റെ ഡെറിവേഷൻ ഇതാണ്, ആ ഡെറിവേഷൻ കാണാതെ പഠിക്കുക, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇത് എന്താണെന്ന് അറിയണ്ടേ, പറഞ്ഞ് പഠിക്കുക, കാരണം നിങ്ങൾ കോർ സബ്ജക്റ്റിലേക്ക് മാറി തുടങ്ങി. അങ്ങനെ മൊഡ്യൂൾ 1 നമ്മൾ ഏകദേശം അവിടെ കരിയർ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഏതൊക്കെ എത്തിയടാ, നമ്മുടെ PN ജംഗ്ഷനിലേക്ക് എത്തി. PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ. PN ജംഗ്ഷൻസ് എന്താണ്, നിങ്ങൾ കേട്ട സബ്ജക്റ്റ് ആണ് അല്ലെ, കേട്ടൊരു ടോപ്പിക് ആണ്. പക്ഷെ അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചത് എന്താ, നമ്മുടെ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെ. അവിടെ എന്താണ്, ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് വരണം. അവിടെ എന്താ, അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യങ്ങൾ, അവിടെ ആ സമയത്ത് ഉണ്ടാവുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ അവിടുത്തെ എന്താണ് നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രാം, അതായത് എന്താണ് നമുക്ക് PN ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന എനർജി ബാൻഡ് ഡയഗ്രാംസ് ഉണ്ട്, P ടൈപ്പിൻ്റെത്, N ടൈപ്പിന്റെ, അങ്ങനെ എനർജി അതിന്റെ ഉള്ളിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എനർജിക്ക് എങ്ങനെയാണ് മാറ്റം വരുന്നത്, അതേപോലെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇത് ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കുറച്ച് അസംഷൻസും അതിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ PN ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരോ സെക്ഷൻസ് തുടങ്ങി. നമുക്ക് ഏത് പഠിക്കണം, BJT പഠിക്കണം, പിന്നെ മോസ്ഫെറ്റ് പഠിക്കണം, ദെൻ മോസ് കപ്പാസിറ്റർ എന്നാണ് മോസ്ഫെറ്റ് വരുന്നത്. അങ്ങനെ അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകും. അപ്പൊ എപ്പോഴും അറിയേണ്ട കാര്യം, നമ്മൾ അതിന്റെ പുറമേ ഉള്ള കാര്യമല്ല പഠിക്കുന്നത്, അതിന്റെ ഉള്ളിലെ കാര്യമാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രാൻസിസ്റ്റർ ആക്ഷൻ പഠിക്കണം, ബേസ് വിഡ്ത്ത് മോഡുലേഷൻ പഠിക്കണം, കറണ്ട് കമ്പോണൻസ് ഇൻ BJT പഠിക്കണം. അതേപോലെ കറണ്ട് കമ്പോണൻസ് കാണാനുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും ന്യൂമറിക്കൽസും അറിയണം കേട്ടോ. ദെൻ മൊഡ്യൂൾ 2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ BJT കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആരെയും പഠിക്കുന്നത്, മോസ്ഫെറ്റിനെയാണ് പഠിക്കുന്നത് അല്ലെ. അതാണ് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്. നേരെ മോസ്ഫെറ്റിലേക്ക് അല്ല പോകുന്നത്, ആ മോസ്ഫെറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ കേസ് എടുക്കുന്നത്, മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട് അറിയണം, ഐഡിയൽ മോസ് കപ്പാസിറ്ററിന്റെ കേസ് അറിയണം. ഈ ഐഡിയൽ മോസ് കപ്പാസിറ്ററിന്റെ നിന്ന് വിപുലീകരിച്ചിട്ടാണ് ആര് വന്നേക്കുന്നത്, നമ്മുടെ മോസ്ഫെറ്റ് വന്നേക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയേക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ ആ മെറ്റൽ കോണ്ടാക്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണടാ, നമുക്ക് ഇലക്ട്രോൺ അഫിനിറ്റി അറിയണം, വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം, ഓമിക് ആൻഡ് റെക്ടിഫയർ കോണ്ടാക്ട് എന്താണെന്ന് അറിയണം, കറന്റ് വോൾട്ടേജ്
ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇതൊക്കെ ആയിട്ട് പല പല രീതിയിൽ ഡിഫൈൻ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ദെൻ ഐഡിയൽ മോസ് കപ്പാസിറ്റർ ആണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയത്തിലുള്ള ബാൻഡ് ഡയഗ്രാം, ദെൻ അവിടെ നമുക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട്, അക്യുമുലേഷൻ നടക്കുന്നുണ്ട്, ഡിപ്ലീഷൻ നടക്കുന്നുണ്ട്, ഇൻവേർഷൻ വരുന്നുണ്ട്, ദെൻ നമുക്ക് CV ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ എഫക്ട്സ് ഓഫ് റിയൽ സർഫസസ്, ത്രെഷോൾഡ് വോൾട്ടേജ്, ബോഡി എഫക്ട്, ഇതൊക്കെ എന്താണ് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എനർജി ബാൻഡ് ഡയഗ്രാം ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടല്ലോ. ദെൻ അടുത്ത എന്താ, മോസ്ഫെറ്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ പഠിക്കണം, ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ പഠിക്കണം, അതിൽ തന്നെ ലീനിയർ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ, ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് 3 മാർക്സിനോ 4 മാർക്സിനൊക്കെ ഡയറക്റ്റ് ചോദിക്കാം. അപ്പൊ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും വരച്ച് കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം പോവാൻ കേട്ടോ. അങ്ങനെ 3 മൊഡ്യൂൾ കഴിഞ്ഞ് അപ്പൊ നമ്മൾ എവിടെ എത്തിയടാ, നമ്മുടെ മോസ്ഫെറ്റിൽ എത്തി അല്ലെ. കുഞ്ഞു കുഞ്ഞു കാര്യം പറഞ്ഞ് എങ്ങനെ മോസ്ഫെറ്റ് രൂപീകരിച്ച് മോസ്ഫെറ്റ് ഉണ്ടായി, ആ മോസ്ഫെറ്റിന്റെ കേസ് എത്തി. 4മത്തേലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അവിടെ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് മോസ്ഫെറ്റ് സ്കെയിലിംഗ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നോക്കുമ്പോ എന്താ, വർഷങ്ങൾ കഴിയുന്തോറും സാധനങ്ങൾ ചെറുതായി വരികയാണ് അല്ലെ. ഫോണിന്റെ സൈസ് കുറയോ അല്ലെ നമ്മുടെ എന്താണ് നമ്മുടെ TV-യിലെ അത് മാറി കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ്, പിന്നെ അത് ലാപ്ടോപ്പ്, പിന്നെ കുഞ്ഞു 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 എല്ലാം ചെറുതാവുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ മോസ്ഫെറ്റ് സ്കെയിലിംഗ് എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന്റെ നീഡ് ഫോർ സ്കെയിലിംഗ് 3 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗ് ഉണ്ട്, കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സ്കെയിലിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പല എഫക്റ്റും ഉണ്ടാവൂലേ അല്ലേ. അപ്പൊ ആ എഫക്ട്സ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു മൊഡ്യൂളിലെ മൊഡ്യൂൾ 4-ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് എന്ത്, ഷോർട്ട് ചാനൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ നമുക്ക് പഠിക്കാനുള്ള എഫക്റ്റ്, ഒന്ന് ചാനൽ ലെങ്ത് മോഡുലേഷൻ, പിന്നെ DIBL എന്നാവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അത് ആളാരാണ്, ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ലോവറിംഗ് ആണ്. ദെൻ വെലോസിറ്റി സാച്ചുറേഷൻ, ദെൻ ത്രെഷോൾഡ് വോൾട്ടേജ് വേരിയേഷൻ, ദെൻ ഹോട്ട് കാരിയർ എഫക്റ്റ്. ഇത്ര എന്താണ് അതിൽ ഏറ്റവും കോർ ആണ് ആ മൊഡ്യൂളിലെ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. മൊഡ്യൂൾ 4 സ്കിപ്പ് ചെയ്യാനേ പോരുത്. കാരണം മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് തിയറിയാണ്. അതിലധികം എന്ത് വരാറില്ല, ന്യൂമറിക്കൽസ് ഇല്ല, തിയറിയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് ഇത് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അത് തന്നെ ഈ ഒരു ഏരിയ ഷോർട്ട് ചാനൽ എഫക്റ്റ് നിങ്ങൾ എന്തായാലും SSD എക്സാമിന് പോകുമ്പോൾ പഠിച്ച് നിർബന്ധമായിട്ട് പോയിരിക്കണം കേട്ടോ. തന്നെ എന്താണ് അതിൽ പഠിക്കാനുള്ളതാണ് ഇത് നമ്മുടെ മെസ്ഫെറ്റ് ആൻഡ് ഫിൻഫെറ്റ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. മെസ്ഫെറ്റ് ആൻഡ് ഫിൻഫെറ്റിന്റെ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ സ്ട്രക്ചർ, ഓപ്പറേഷൻ, ഇതൊക്കെ എന്താ തിയറിയാ, ഡയറക്റ്റ് എന്താ അങ്ങനെ തന്നെ ചോദിക്കാം. എന്താണ് നമ്മുടെ ഫിൻഫെറ്റിന്റെ സ്ട്രക്ചറും അതിന്റെ ഓപ്പറേഷനും വരയ്ക്കും, അല്ലെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് എഴുതും. അങ്ങനെയൊക്കെ ഡയറക്റ്റ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ തൊട്ട് മുമ്പത്തെ മൊഡ്യൂൾസിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഡെറിവേഷനും ന്യൂമറിക്കൽസ് എല്ലാം കൂടെ വരുന്ന ഒരു സെക്ഷൻ. അപ്പൊ ആ ഒരു സെക്ഷൻ കഴിയുമ്പോഴേക്കും, ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുമ്പോഴേക്കും സോളിഡ് സ്റ്റേറ്റിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, തളരരുത്. പിന്നെ അങ്ങോട്ട് എന്താണ് എളുപ്പമാണ്. മൊഡ്യൂൾ 4 ഒക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെ പഠിച്ചു പോവാം. അല്ലെങ്കിൽ ഏത് ഡെറിവേഷനാ ചോദിച്ചതെന്നോ, അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന സമയത്ത് ഇതിപ്പോ റെക്ടിഫയർ ആണോ, ഇത് എന്താ ചോദിച്ച ഓമിക് ആണോ എന്താന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ക്ലാസ് തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദെൻ ഇതിന്റെ മെയിൻ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. അപ്പൊ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. അതെവിടേക്കാ, നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസസ്, IC ഫാബ്രിക്കേഷൻ, ടെമ്പറേച്ചർ സെൻസേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ്, അതിലൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് കേട്ടോ. ഇപ്പൊ VLSI എന്നൊക്കെ പറഞ്ഞില്ലേ, സെമി കണ്ടക്ടറിന്റെ അപ്ലിക്കേഷൻസ് ഒരുപാട് ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കാം കേട്ടോ. അടുത്ത എന്താ, PN ജംഗ്ഷൻ ആൻഡ് BJT എവിടേക്കാ, റെക്ടിഫയർ, പവർ സപ്ലൈസ്, ആംപ്ലിഫയർ, സ്വിച്ചിങ് സർക്യൂട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഏതാടാ, മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് മോസ് കപ്പാസിറ്റർ ആൻഡ് മോസ്ഫെറ്റ് ആണ്. നമ്മുടെ മൈക്രോ പ്രൊസസർ, മൊബൈൽ ചിപ്സ്, മെമ്മറി ഡിവൈസസ്, VLSI സർക്യൂട്ട്സിലൊക്കെ നമുക്ക് ആരെ ആവശ്യമുണ്ട്, ഇതിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മോസ്ഫെറ്റ് സ്കെയിലിംഗ്, മെസ്ഫെറ്റ്, ഫിൻഫെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താണ്, ഈ ഷോർട്ട് ചാനൽ എഫക്റ്റ് ഒക്കെ ഉണ്ടായിട്ട് അതിനെ ഒഴിവാക്കി പുതിയത് വന്നതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ മോസ്ഫെറ്റിന്റെ എന്താ പറയുക, നമ്മുടെ ഫിൻഫെറ്റ് അല്ലെങ്കിൽ മെസ്ഫെറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അതെന്താ, ഹൈ സ്പീഡ് പ്രൊസസർ, 5G കമ്മ്യൂണിക്കേഷൻ, AI ചിപ്സ്, മോഡേൺ നാനോ ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സിലബസിലും KTU ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം എന്താണ്, പുതിയ ഡിവൈസ് എന്നും പഠിക്കുന്ന PN ജംഗ്ഷൻ മാത്രം പഠിച്ചിരുന്നാൽ പോരാ അല്ലെ. അപ്പൊ പുതിയ ഡിവൈസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഇത്. അതിന്റെ ക്രെഡിറ്റും അല്ലെ, ക്രെഡിറ്റ്സും നല്ലോണം ഉണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും ഫോക്കസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം കേട്ടോ. ഓക്കെ അല്ലടാ, എളുപ്പമാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകളിൽ കാണാം.
അതുവരെ ദിസ് ഈസ് മീ യുവേഴ്സ് വന്ദന മിസ് signing off from Franklin Lectures. Thank you.